ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വക പഴം പ്രഥമൻ. ഇതിൽ സാധാരണ എല്ലാവരും വെക്കുന്നതിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പഴുത്ത നേന്ത്രപ്പഴമാണ്. 600 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 5-6 പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള പായസം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ശർക്കരയുടെ അളവും ഞാൻ പറയാം. 600 ഗ്രാം നേന്ത്രപ്പഴത്തിന് 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉരുക്കി വെക്കണം. പായസം നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും ഉരുക്കി അരിച്ചു വെച്ചിരിക്കണം. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു അടികട്ടിയുള്ള പാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളിയാണ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കത് വറുത്ത് കോരിയെടുത്ത് മാറ്റാം. കശുവണ്ടി പരിപ്പിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനാവാം. ഞാനിവിടെ ഒരു 10-15 കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തത്. ഇതിപ്പം കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം. അതിന്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് മിസ്സായി, അതും കൂടെ ചെയ്യാം കേട്ടോ. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം 600 ഗ്രാം നേന്ത്രപ്പഴത്തിന്റെ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പോവുകയാണ്. അതൊന്ന് യെല്ലോയിഷ് കളർ ആവുന്നവരെ മതി, മൊരിച്ചെടുക്കൊന്നും വേണ്ട. ഒരു യെല്ലോയിഷ് കളർ ആയി കിട്ടിയാൽ മതി. നന്നായി വഴറ്റി കൊടുക്കാം. ഇത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് മഞ്ഞ നിറമായി വരുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റ് മാത്രം ഇത് വഴറ്റിയാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വഴറ്റുന്നില്ല. ആ ഒരു പാകത്തിന് കിട്ടിയാൽ മതി നമുക്ക്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ച് ഇനി ഒരു 4-5 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ പഴം വേവുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് ഇപ്പം ഏകദേശം ഒരു 4-4.5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടപ്പ് തുറക്കുമ്പോൾ പഴമൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായിട്ടില്ല, പാകത്തിന് മാത്രം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി വേവും. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേവും. ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം എന്തിനാണെന്ന്. ബാക്കിയുള്ള 1/4 ഭാഗത്തിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ആ 300 ഗ്രാം ഇട്ട് പാനിയാക്കി എടുത്തതാണിത്. ഒന്ന് അരിച്ചിട്ടും കൂടിയുണ്ട്. കേടൊന്നും ഇല്ലാതെ, ഡേർട്ടൊന്നും ഇല്ലാതിരിക്കാനോ ഒന്ന് അരിച്ചിട്ടും കൂടിയുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി നമ്മൾ എടുത്തു മാറ്റി വെച്ച 1/4 ഭാഗം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ സ്മൂത്ത് പേസ്റ്റ് ആക്കുകയൊന്നും വേണ്ട. ഒരു ചെറിയ തരിതരിപ്പുള്ളത് പോലെ അരച്ചെടുക്കുക. ഇതുപോലെ. ഇപ്പോൾ ശർക്കരയും പഴവും ഒക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പഴം ഒന്നുകൂടി വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് ഓഫാക്കുകയോ ഇല്ലെങ്കിൽ കുറച്ച് വെച്ചു കൊടുക്കുകയോ ചെയ്യുക. തിളയൊന്ന് അടങ്ങിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. തീ കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാനോ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കേടിലാവാനുള്ള, പിരിയാനുള്ള സാധ്യതയുണ്ട്. 1-2 പേര് ചോദിക്കുകയും ചെയ്തിരുന്നു എൻ്റെ അടുത്ത് അതിനെന്താ വഴി എന്നുള്ളത്. ഒന്ന് ഇതാണ്, സ്വിച്ച് ഓഫ് ചെയ്യുകയോ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുകയോ ചെയ്യാം. എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. പിരിയൊന്ന് തോന്നിയാലും പിരിഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തോളൂ, അതങ്ങ് സെറ്റിലായിക്കോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ചുക്കും ജീരകവും കൂടെ സമാസമം എടുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. സാധാരണ പരിപ്പ് പായസമൊക്കെ വെക്കുമ്പോഴാണ് ചുക്കും ജീരകമൊക്കെ കുറച്ച് ചേർക്കുക. പക്ഷെ ഞാൻ ഇതിലും ചേർക്കും കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടി. ഇനി നമ്മൾ തേങ്ങയുടെ 1ാം പാല് ചേർക്കുകയാണ്. ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം.
എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ചൂട് മതി, ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. കോക്കനട്ട് മിൽക്ക് ആ പായസത്തിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുന്നത് വരെ ഒരേ പേസിൽ ഇളക്കി കൊടുക്കാം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കേടിലാവുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടി പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ പഴം നന്നായിട്ട് ഉടച്ച് ചെയ്യുന്ന രീതിയിൽ തേങ്ങാക്കൊത്തും കശുവണ്ടി പരിപ്പും ഒക്കെ നന്നായിട്ട് ചേർക്കും, കുറച്ചുകൂടെ നന്നായിട്ട് ചേർക്കും. പക്ഷെ നമുക്ക് ഇതിൽ കടിക്കാനായിട്ട് പഴത്തിന്റെ കഷ്ണങ്ങൾ തന്നെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റേസിൻസ് ആണ്, കിഷ്മിഷ്, ഉണക്കമുന്തിരി. അത് ഒരു 20 എണ്ണം ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാതെയാണ് ചേർത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെയാണ് ഇഷ്ടം, എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. അല്ലാതെ വറുത്തിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെണ്ണയാണ്. ഇത് ഈ പായസത്തിന്റെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് ലെവലപ്പ് ആകും. വെണ്ണയും കൂടെ ചേർത്ത് അതൊന്ന് ഡിസോൾവ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. വെണ്ണയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴം പ്രഥമൻ റെഡിയാണ്. അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഇതുപോലെ പഴം പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് തരൂ കേട്ടോ, കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.